ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിഹരന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ 61 തൊട്ട് 70 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്റെ ചാനലിലൂടെ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ജിൻവു അവൻ ഇപ്പോൾ കയറിയിരിക്കുന്ന ഡഞ്ചനിലെ ഡീമൻസിനെ എല്ലാം കീഴ്പ്പെടുത്തുന്നിടത്താണ് ചാപ്റ്റർ 60 അവസാനിച്ചത്. ശേഷം ചാപ്റ്റർ 61ന്റെ തുടക്കത്തിൽ ജിൻവു ആ ഡീമൻസിനൊക്കെ കീഴ്പ്പെടുത്തിയതിനു ശേഷം അതിനെല്ലാം ഷാഡോ ആർമിയാക്കി മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ ചില കാരണങ്ങളാൽ അവനത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഡീമനെ തോൽപ്പിച്ചതോടെ അവന് ഡീമൺ മൊണാർക്ക് നെക്ലസ് കിട്ടി. അതിനെ കൂടുതൽ പരിശോധിച്ചപ്പോൾ അതും നേരത്തെ വൾക്കനെ കൊന്നപ്പോൾ കിട്ടിയ ഇയറിംഗ്സും 5 ടൈംസ് ഇവന്റെ ലെവൽ അപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഈ ഐറ്റം സെറ്റിൽ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കി. പക്ഷേ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് അതിനെ എവിടെ നിന്നും കണ്ടെത്തണമെന്ന് അവൻ അറിയില്ല. ക്വസ്റ്റ് അവൻ കംപ്ലീറ്റ് ചെയ്തതോടെ സിസ്റ്റം അവനോട് 3 റിവാർഡ്സ് ചൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതിൽ ആദ്യത്തെ റിവാർഡായ ഒരു കഴ്സർ ബോക്സിൽ നിന്നും അവന് വേറൊരു ഡഞ്ചനിലേക്കുള്ള കീയും, രണ്ടാമതായി +20 ബോണസ് സ്റ്റാറ്റും, മൂന്നാമത്തെ റിവാർഡായിട്ട് ഹോളി വാട്ടർ ഓഫ് ലൈഫിന്റെ ക്രാഫ്റ്റ് ഡീറ്റെയിൽസും കിട്ടി. ഈ സമയത്ത് യുഎസിൽ സങ്ങില്ലും ഡോങ്സും തമ്മിൽ ഏറ്റുമുട്ടിയതിൽ ഒരു ബിൽഡിംഗ് പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. അവിടെ തീയണയ്ക്കാൻ വന്ന ഫയർഫോഴ്സ് ഓഫീസേഴ്സും US ഹണ്ടേഴ്സിന്റെ ഓഫീസർമാരും ഡോങ്സു തോറ്റു എന്ന് പറയുന്നതും കേൾക്കാം. ശേഷം ഡഞ്ചനിൽ നിന്നും പുറത്തു വന്ന ജിൻവു നേരെ അവന്റെ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലെത്തി. വർഷങ്ങളായിട്ട് അവന്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിലും അവരുടെ ആരോഗ്യത്തിൽ വലിയ പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്. അവന്റെ അമ്മയുടെ അസുഖം ഭേദമാക്കാൻ പറ്റുമെന്ന്. കാരണം ഇപ്പോൾ അവന്റെ പക്കലുള്ള ക്രാഫ്റ്റ് വെച്ച് അവന് ലോകത്തിലെ ഏത് അസുഖത്തെ പോലും ഭേദമാക്കാൻ പറ്റുന്ന ഹോളി വാട്ടർ ഓഫ് ലൈഫ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് ക്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ വേൾഡ് ട്രീ ഫ്രാഗ്മെന്റും സ്പ്രിംഗ് വാട്ടർ ഓഫ് എക്കോയിങ് ഫോറസ്റ്റും അവന്റെ പക്കലുണ്ട്. പക്ഷേ ക്രാഫ്റ്റ് ചെയ്യാൻ അവനിനി ഒരു ഐറ്റവും കൂടി കിട്ടേണ്ടതായിട്ടുണ്ട്. അതാണ് പ്യൂരിഫൈഡ് ബ്ലഡ് ഓഫ് ഡീമൺ കിങ്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവനവന്റെ അമ്മയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് കൊറിയൻ ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ഓഫീസാണ്. അവിടെ അസിസ്റ്റന്റ് മാനേജർ ജങ് യുഎസിൽ നടന്ന വിഷയത്തെ കുറിച്ച് ന്യൂസിൽ കാണുന്ന സമയത്ത് ജിൻവു തന്റെ റാങ്ക് റീഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എത്തി. വന്നിരിക്കുന്നത് ജിൻവു ആണെന്ന് മനസ്സിലാക്കിയ ജങ് അവനെ റീഇവാലുവേഷൻ ഏരിയയിലേക്ക് അയച്ചിട്ട് ഈ വിവരം വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡിന്റെ പ്രസിഡന്റിനെ അറിയിച്ചു. ശേഷം ജിൻവു നേരെ റീഇവാലുവേഷൻ റൂമിന്റെ മുന്നിലെത്തി. അവിടെ മറ്റ് ഇവാലുവേഷന് വന്ന ആൾക്കാരും അവരെ സ്കൗട്ട് ചെയ്യാൻ ഗിൽഡ് റെപ്രസെന്റേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു. കുറച്ചുനേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ജിൻവുവിനെ അവിടുത്തെ ഓഫീസർ അകത്തേക്ക് വിളിച്ചു. അവന്റെ റിപ്പോർട്ട് എടുത്ത ഓഫീസർ റീവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അവരുടെ മെഷീന് അവന്റെ റാങ്ക് കണ്ടെത്താനായില്ല. ഈ സമയത്ത് അസിസ്റ്റന്റ് മാനേജർ ജങ്ങും അവിടെ എത്തി മെഷീൻ ടെസ്റ്റ് ചെയ്തെങ്കിലും അപ്പോഴും ഔട്ട്കം എറർ ആയിരുന്നു. ഈ മെഷീന് എറർ കാണിക്കുന്നത് അവന്റെ പവർ ഇതിനാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായതുകൊണ്ടായിരിക്കുമെന്ന് കരുതിയ ജങ് ഇക്കാര്യം ഹയർ ഒഫീഷ്യൽസിനെ അറിയിച്ചു. ഇപ്പോൾ കൊറിയയിൽ മൊത്തം 9 എസ് റാങ്കേഴ്സ് ആണ് ഉള്ളത്. ഒരുപക്ഷെ അയാളുടെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ജിൻവു ആയിരിക്കും 10ാമത്തെ എസ് റാങ്കർ. നിമിഷ നേരത്തിൽ ഈ വാർത്ത അവിടെയുള്ള എല്ലാവരും അറിഞ്ഞു. അതോടെ ആ ബിൽഡിംഗിന്റെ അടുത്തുണ്ടായിരുന്ന സൗത്ത് കൊറിയയിലെ ബെസ്റ്റ് ഗിൽഡ് ഹണ്ടേഴ്സിന്റെ പ്രസിഡന്റ് ചോയ് ജോങ്ങിന് അവിടെ എത്തി. കൂടെ വൂജിൻ ചുള്ളു ഉണ്ടായിരുന്നു. ചോയ് ജോങ്ങിന് ജിൻവുവിനെ കണ്ടപ്പോൾ തന്നെ അവനൊരു എസ് റാങ്കർ ആണെന്നും അവന്റെ മൂവ്മെന്റിൽ നിന്നും അവൻ അസാസിൻ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കി. അവന് എസ് റാങ്കർ ലൈസൻസ് കിട്ടാൻ 3 ദിവസം സമയമുണ്ടെന്ന് കേട്ട ചോയ് അവനെ തങ്ങളുടെ ഗിൽഡിലേക്ക് ക്ഷണിച്ചെങ്കിലും ജിൻവു അത് ഡിക്ലൈൻ ചെയ്ത് അവനെ കടന്നുപോയി. അത്ഭുതപ്പെട്ട് പെട്ടെന്ന് ചോയ് തിരിഞ്ഞു നോക്കിയെങ്കിലും അപ്പോഴേക്കും ജിൻവു കടന്നു പോയിരുന്നു. ഈ സമയത്ത് യോൻഹോയും ഓടിപ്പിടിച്ചവിടെ എത്തിയതോടെ ചോയ്ക്കും യോൻഹോയ്ക്കും അവർ റിക്രൂട്ട് ചെയ്യാൻ നോക്കുന്നത് ഒരേ വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡിന്റെ റീസെന്റ് ഇൻസിഡന്റിലെ എല്ലാവരും മറച്ചു വയ്ക്കുന്ന മിസ്റ്റീരിയസ് മാൻ ജിൻവു ആണെന്നും ചോയ്ക്ക് മനസ്സിലായി. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിയ ജിൻവു അവന്റെ അമ്മയെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ അവനെയും കാത്ത് വൂജിൻ ചുള്ള അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ അവന്റെ ഒപ്പം ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ചെയർമാൻ ഗൺഹീം അവിടെ ഉണ്ടായിരുന്നു. കൊറിയയിലെ അത്രയും ഇമ്പോർട്ടന്റ് ആയ വ്യക്തി അവിടെ എത്തിയത് ജിൻവുവിനെ കണ്ട് സംസാരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ്. ഈ ലൈസൻസ് കിട്ടാൻ 3 ദിവസം എടുക്കുമെന്ന് പറഞ്ഞത് തന്നെ ഇയാൾക്ക് അവനെ കാണാൻ വേണ്ടിയായിരുന്നു. കൊറിയയിൽ ഇപ്പോൾ മൊത്തം 5 ടോപ്പ് ഗിൽഡുകളുണ്ട്. അതൊക്കെയാണ് ഫെയിം, ഹണ്ടേഴ്സ്, വൈറ്റ് ടൈഗർ, റീപ്പർ, നൈറ്റ് എന്നിവ. ഇതിലെല്ലാത്തിലും എസ് റാങ്ക് മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് അവരുടെ പവേഴ്സ് എല്ലാം ഇപ്പോൾ ബാലൻസ്ഡ് ആണ്. ജിൻവുവിന്റെ കേസിൽ അവന്റെ റാങ്ക് ചിലപ്പോൾ ഡബിൾ എസ് അല്ലെങ്കിൽ ട്രിപ്പിൾ എസ് ആണെങ്കിലും അവനെ എസ് റാങ്ക് ആയിട്ട് മാത്രമേ റാങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ എസ് റാങ്ക് ആയതിനു ശേഷം ജിൻവു ഇതിൽ ഏതെങ്കിലും ഗിൽഡിൽ ജോയിൻ ചെയ്താൽ ഈ ഗിൽഡുകൾ തമ്മിലുള്ള പവർ ബാലൻസ് ഇല്ലാതെയാവും. അത് മാത്രമല്ല ഹണ്ടേഴ്സ് ഗിൽഡിനെ എല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ചുമതലയാണ്. ഇപ്പോഴത്തെ ഹണ്ടേഴ്സ് ഗിൽഡിന്റെ എസ് റാങ്കർ ഗൺഹി അയാളുടെ റിട്ടയർമെന്റിനോട് അടുത്തിരിക്കുന്ന സ്ഥിതിക്ക് അയാൾക്ക് തന്നെ സക്സീഡ് ചെയ്യാനോട് അന്വേഷിച്ചാണ് ജിൻവുവിന്റെ മുന്നിലെത്തിയത്. ഈ ഓഫർ ജിൻവുവിന് ഇഷ്ടമായെങ്കിലും അവന്റെ കണക്കുകൂടലിൽ അസോസിയേഷന്റെ പക്കൽ ഡി റാങ്ക് ഡഞ്ചൻസ് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ഇത് അവനെ ലെവലപ്പ് ആവാൻ സഹായിക്കില്ല എന്ന് മനസ്സിലാക്കിയ ജിൻവു ഈ ഓഫർ വേണ്ട എന്ന് വെച്ച് അവിടെ നിന്നും പോയി. അവന്റെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഗൺഹി അവന്റെ സംസാരത്തിൽ പ്രത്യേകതരം ശക്തി ഫീൽ ചെയ്തിരുന്നു. ഈ സമയത്ത് സങ്ങിലിൽ നിന്ന് അടികിട്ടി കൈയും കാലും ഒടിഞ്ഞ ഡോങ്സു അടി കിട്ടിയതോർത്ത്
ഹോസ്പിറ്റലിൽ നെറ്റിണിക്കുന്നത് കാണിക്കുന്നുണ്ട്. അവനെ കാണാൻ ഡെപ്യൂട്ടി ഡയറക്ടറോട് എത്തിയപ്പോൾ സംഗില് 2 സിവിലിയൻസിനെ രക്ഷിക്കുന്ന ഫൂട്ടേജ് കണ്ട അവർ ഇപ്പോൾ സംഗിൽ ഒരു മോൺസ്റ്റർ ആണെന്ന് സംശയിക്കുന്നത് അവൻ അറിയിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടറോട് നിന്ന് പോയതിനു ശേഷം ഡോങ്സു സംഗിൽ അവനെ ഇടിച്ചിട്ടതിനു ശേഷം അവനെ ഭീഷണിപ്പെടുത്തി തോർത്തു. ഇതിൽ ദേഷ്യം വന്ന ഡോങ്സു ഹീലായതിനു ശേഷം ആർട്ടിഫാക്ട്സും ഇക്വിപ്മെന്റും ഒക്കെ വെച്ച് അവനെ ഒന്നും കൂടി നേടാൻ തീരുമാനിച്ചു. ഈ സമയത്ത് കുറച്ച് പൈസ സംഘടിപ്പിക്കാൻ വഴി അന്വേഷിച്ചിരിക്കുന്ന ജിൻവു തന്റെ കയ്യിലുള്ള ഓർബ് വിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇത്രയും റെയർ ആയിട്ടുള്ള ഐറ്റം അവന് എ റാങ്ക് ഡഞ്ചൻ ക്ലിയർ ചെയ്തതിന് റെക്കോർഡ് ഇല്ലാതെ വിൽക്കാൻ പറ്റില്ല. ഒരു ഇ റാങ്കറിന് എ റാങ്ക് ഡഞ്ചനിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് അവൻ റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു മൈനർ ആയിട്ട് എ റാങ്ക് ഡഞ്ചനിൽ പോകാൻ തീരുമാനിച്ചു. ജിൻവു മൈനിങ് ടീമിന്റെ ഭാഗമായിട്ട് ചെന്നത് ഹണ്ടേഴ്സ് ഗിൽഡിന്റെ കീഴിലുള്ള എ റാങ്ക് ഡഞ്ചനിലാണ്. അവിടെ അവരുടെ എസ് റാങ്കർ മിസ്റ്റർ ചോയും മിസ് ചാഹയും അവരുടെ ടീം എയും അവിടെ ഉണ്ടായിരുന്നു. ഇവർ ഡഞ്ചൻ ക്ലിയർ ചെയ്തതിനു ശേഷമാണ് മൈനിങ് ടീം അകത്തേക്ക് പോയി ക്രിസ്റ്റൽസ് മൈൻ ചെയ്യുന്നത്. ഡഞ്ചൻ ക്ലിയർ ചെയ്ത് പുറത്തു വന്ന മിസ് ചായ്ക്ക് അടുത്തൊരു സ്ട്രോങ് പ്രസൻസ് സെൻസ് ചെയ്തെങ്കിലും അവൾ അവിടെ ആരെയും കണ്ടിരുന്നില്ല. ഇവർ പുറത്തിറങ്ങിയതും മൈനിങ് ടീം അകത്തേക്ക് കയറി അവരുടെ പണി തുടങ്ങി. മൈനിങ് ചെയ്ത് ഇവർക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയമായതോടെ എല്ലാവരും പുറത്തേക്ക് പോയി. ഈ ഗ്യാപ്പിൽ ജിൻവു ഡഞ്ചൻ ബോസിന്റെ മുറിയിലെത്തി അതിനെ തീർക്കാൻ തന്നെ ഡാഗർ പുറത്തെടുത്തെങ്കിലും പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്ന സൗണ്ട് കേട്ട് അവൻ പെട്ടെന്ന് ഡാഗർ മാറ്റി തിരിഞ്ഞു നോക്കിയപ്പോൾ മിസ് ചായാണ് അവിടെ നിൽക്കുന്നത്. അവളെല്ലാം അണ്ടർ കൺട്രോൾ ആണോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ജിൻവു വഴിതെറ്റി വന്നതാണെന്ന് ചായയോട് കള്ളം പറഞ്ഞെങ്കിലും അവന്റെ ദേഹത്തൊരു 100 സ്മെല്ലുള്ളത് ചാ മനസ്സിലാക്കി അവന്റെ ഐഡി കാർഡ് നോക്കി. ശേഷം ജിൻവു മൈനിങ് ടീമിന്റെ കൂടെ പുറത്തേക്ക് പോയി അവന്റെ അന്നത്തെ സാലറി വാങ്ങിച്ചു. ജിൻവു കാരണം 2 മണിക്കൂർ നേരത്തെ പണി തീർന്നത് കൊണ്ട് മൈനിങ് ടീമിന്റെ ഹെഡ് നാളത്തെ പണിക്ക് അവനെ വിളിച്ചു. നാളെയും ഒരു എ റാങ്ക് ഡഞ്ചൻ ആണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഹണ്ടേഴ്സ് ഗിൽഡിന്റെ ബി ടീം ആണെന്നും കേട്ട ജിൻവു വരാമെന്ന് സമ്മതിച്ചു. ഈ സമയത്ത് നമ്മുടെ ജിൻഹോയും അവന്റെ കസിൻ യോസോയും ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് അവന് ബിസിനസ് കിട്ടിയതിനെ കുറിച്ചും അതിൽ ജിൻവുവിനെ കൊണ്ടുവരേണ്ട അത്യാവശ്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ജിൻവുവിനെ ഫോൺ വിളിച്ചപ്പോൾ നാളെ വൈകിട്ട് നേരിൽ കാണാമെന്ന് പറയുന്നതും കാണിക്കുന്നുണ്ട്. ശേഷം അന്ന് രാത്രി മിസ്റ്റ ഒരാളെ വിളിച്ച് ജിൻവുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മിസ്റ്റയ്ക്ക് അവനെ ബോസ് റൂമിന്റെ അടുത്ത് വെച്ച് കണ്ടതിന് ശേഷം അവൻ വല്ല റൈവൽ ഗിൽഡിന്റെയും സ്പൈ ആണോ എന്ന് നല്ല സംശയമുണ്ട്. അതുപോലെ അവന്റെ സ്മെല്ലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ കാരണം അവൾ തന്റെ കണക്ഷൻസ് ഒക്കെ വെച്ച് ഒരാളോട് അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ചോയും ഇതേ ആവശ്യം പറഞ്ഞ് വിളിച്ച കാര്യം അയാൾ ചായ അറിയിച്ചു. അതുപോലെ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കിയിട്ടും അതൊന്നും കിട്ടുന്നില്ല. ജിൻവുവിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഹണ്ടേഴ്സ് അസോസിയേഷൻ ഹൈ സെക്യൂരിറ്റിയിൽ വെച്ചിരിക്കുകയാണെന്ന് മിസ്റ്റർ മനസ്സിലാക്കി. ശേഷം പിറ്റേ ദിവസം ജിൻവു വാക്ക് കൊടുത്ത പോലെ മൈനിങ് ടീമിന്റെ മുന്നിലെത്തി. അന്ന് ടീം ബിയുടെ ലീഡർ സൺ കി ഹുൺ അയാളുടെ കീഴിലുള്ള 11 എ റാങ്കേഴ്സും 6 ബി റാങ്കേഴ്സും ചേർന്നാണ് ആ ഡഞ്ചൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അന്ന് അവരുടെ കൂടെ വരാനിരുന്ന പോർട്ടർ അന്ന് വരാത്ത സ്ഥിതിക്ക് സൺ കി ഹുണ് മൈനിങ് ടീമിൽ നിന്ന് ആർക്കെങ്കിലും പോർട്ടറായിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എ റാങ്ക് ഡഞ്ചനിലൊക്കെ പോർട്ടറായിട്ട് പോകുന്നത്ര സേഫ് അല്ലാത്തത് കൊണ്ട് മൈനിങ് ടീമിലെ ഭൂരിഭാഗം പേരുവിന് തയ്യാറായില്ല. പക്ഷേ അവസാനം ജിൻവു പോകാൻ തയ്യാറായി. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇന്നലത്തെ ഗേറ്റിനേക്കാളും വലുതാണ് ഇന്നത്തെ ഗേറ്റെങ്കിലും അതിനേക്കാൾ മാജിക് ഫ്ലോ ഇന്ന് കുറവായിരുന്നു. എന്നാലും ഡഞ്ചന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ജിൻവുവിന് റെഡ് ഗേറ്റിലുണ്ടായ അതേ ഫീലിംഗ് ഇവിടെയും തോന്നി. ഇവർ ഡഞ്ചന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇവരെ ആദ്യം ആക്രമിച്ചത് ഡഞ്ചൻ ജാക്കിൾസ് ആണ്. ഇവർ അതിനെ കീഴ്പ്പെടുത്തിയെങ്കിലും ഇവർക്കൊരു സംശയം, സി റാങ്ക് ഡഞ്ചനിൽ മാത്രം കാണപ്പെടുന്ന ജാക്കിൾസ് ഇങ്ങനെ എ റാങ്ക് ഡഞ്ചനിൽ എത്തിയെന്ന്. ജിൻവുവിന്റെ പരിശോധനയിൽ അത് വാർനായ്ക്കളാണെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത നിമിഷം അതിനെ അയച്ച ഹൈ ഓർക്കുകളുടെ കൂട്ടം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതിനെ കണ്ടപ്പോൾ തന്നെ പകുതി പേരുടെയും ധൈര്യം ചോർന്നു. ബാക്കിയുള്ളവർ ഇതിനെ ഏറ്റുമുട്ടിയെങ്കിലും അവർ ആരും ഇതിന് മുന്നിൽ പിടിച്ചിരുന്നില്ല. ഇനിയും ഒന്നും ചെയ്യാതിരുന്നാൽ തന്റെ കൂടെ വന്ന എല്ലാരും മരിക്കുമെന്ന് മനസ്സിലാക്കിയ ജിൻവു അവരാരും കാണാതെ സ്റ്റെൽത്ത് വെച്ച് ഓർക്കുകളെയെല്ലാം ഒളിച്ചാക്രമിച്ചു. പുറമേ നോക്കുമ്പോൾ ഹണ്ടേഴ്സ് ആണ് അവരെ കൊല്ലുന്നതെങ്കിലും മാരകമായ എല്ലാ അറ്റാക്കും ജിൻവുവിന്റേതായിരുന്നു. ഇത് അവർക്കാർക്കും മനസ്സിലായില്ല എന്നാണ് ജിൻവു കരുതിയതെങ്കിലും ആ കൂട്ടത്തിലെ ഒരു മാജിക് യൂസറിന് ജിൻവുവിന്റെ സ്റ്റെൽത്ത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ ബാക്കിയുള്ളവർക്കും അവരുടേതല്ലാത്തൊരു ഇൻവോൾവ്മെന്റും ഫീൽ ചെയ്തിരുന്നു. ഇനിയും മുന്നോട്ട് പോകുന്ന അപകടമാണെന്ന് മനസ്സിലാക്കിയ ടീം ബി തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ സൺ കി ഹുവിന് താല്പര്യമില്ലായിരുന്നു എങ്കിലും ടീമിന്റെ സുരക്ഷ മാനിച്ച് തിരിച്ചു പോകാൻ തയ്യാറായി. തിരിച്ചു പോകാൻ താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം ഇത് സൺ കി ഹുവിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെയ്ഡാണ്. ഇത് കംപ്ലീറ്റ് ചെയ്താലേ അവന് ബി ടീമിന്റെ പെർമനന്റ് ലീഡർ ആവാൻ പറ്റുള്ളൂ. ഇവർ തിരിച്ചു പോകാൻ വേണ്ടി ഗേറ്റിന്റെ മുന്നിൽ എത്തിയെങ്കിലും ആ ഗേറ്റിൽ ആരോ മാജിക് വെച്ച് ബാരിയർ ഉണ്ടാക്കിയിരുന്നു. ഇത് അവരുടെ കൂടെയുള്ള മേജ് ഇല്ലാതെയാക്കാൻ നോക്കിയെങ്കിലും അപ്പോൾ ടീമിലെ എല്ലാ മാജിക് യൂസേഴ്സിനും കഴ്സ് മാജിക് എഫക്ട് ചെയ്ത് അവർ എല്ലാവരും രക്തം ശബ്ദിക്കാൻ തുടങ്ങി. ഈ സമയത്ത് സൺ കി ഹുൺ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹൈ ഓർക്കുകൾ അവരെ വളഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ചാപ്റ്റർ 20 അവസാനിച്ചത്. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ ചാപ്റ്റർ 61 തൊട്ട് 70 കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 60 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാനുവൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, ഇതൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ എല്ലാ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും മാൻവയെ കുറിച്ചോ അല്ലെങ്കിൽ മാങ്കയെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റു വിഷയമായി വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.